guys, welcome back to my YouTube channel. This is Shraddha and you're watching Angel Vlogs. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടൻ്റെ വെഡ്ഡിങ് വ്ളോഗ് ആൻഡ് എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ മൈലാഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണി സമയത്താണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചം വന്നപ്പോൾ വീഡിയോ എടുത്തു. എന്നാലും അതൊരു ക്ലിയർ ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക, കാരണം ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. കാറിലിരുന്നിട്ട് നല്ല തണുപ്പായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ മെല്ലെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഈ ഗ്ലാസ് അടയ്ക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ റീച്ച് ചെയ്തു, അതായത് എത്തിയപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മണ്ഡപത്തേക്ക് പോണത്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ അവിടെ എത്തിയപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വക ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇതിൽ. അപ്പോൾ ചേട്ടന് അവർ എന്തൊക്കെയൊക്കെയോ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് സ്റ്റാർട്ടിങ്. ഞാൻ കുറേ വലിയ ക്ലിപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് ഓരോന്നും, കാരണം എനിക്ക് അത്രയും സമയം കിട്ടിയപ്പോൾ ഞാൻ അതങ്ങനെ വലിയ വ്ളോഗാക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അവർ മാലയൊക്കെ ഇട്ട് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് മണ്ഡപത്തിൻ്റെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചേട്ടൻ്റെ മോൻ്റെ കൂടെ വീഡിയോ എടുക്കുമായിരുന്നു. അവനിങ്ങനെ എൻ്റെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ വീണ്ടും തന്നെ ഇട്ടിരിക്കുന്നത് ഇത് കുറച്ച് ബ്ലറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ അവർ കണ്ണ് കെട്ടിയിട്ടുള്ള അങ്ങനെ എന്തൊക്കെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും എന്തോ പരിപാടിക്ക് വേണ്ടി പോയതാണ്, എന്താണെന്ന് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തോ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു, ആ റീൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. പിന്നെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി റെഡിയായി, വൈകുന്നേരം റിസപ്ഷന് വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ചേട്ടൻ്റെ മോനെ തിരികെയാണ്. അവൻ എൻ്റെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് അങ്ങനെ അവൻ എൻ്റെ കൂടെ നടക്കും, എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നതാണ് അവൻ്റെ പണി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് എന്നെക്കാട്ടിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഡ്രസ്സ്. പിന്നെ ചേട്ടനെ കാറിൽ പോവുമായിരുന്നു. പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ പോയി ഇരുന്നു. പിന്നെ ചേട്ടനെ കുറച്ച് വീഡിയോ എടുത്തു, അത് ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ, അതായത് ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന അന്ന് തന്നെയാണ് ഈ ഒരു സംഭവം തന്നെ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് അവിടെ ആരുടെ അടുത്തോ സംസാരിക്കുകയാണ് കേട്ടോ. അതുകഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി, കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ നിന്ന് കണ്ണാടി കണ്ടപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. കണ്ണാടീൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ റൂമിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് ഞാൻ. അപ്പോൾ കണ്ടോ, നന്നായിട്ടുണ്ട് ഗൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ വാങ്ങിച്ചെന്നാണ് കേട്ടോ അത്. ആ റിസപ്ഷൻ ഇട്ട ഡ്രസ്സ് എൻ്റെ ഏട്ടൻ വാങ്ങിച്ചെന്നാണ്. ഫസ്റ്റ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നാപ്പിൽ ഞാൻ കുറേ ആയി സ്നാപ്പ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ സ്നാപ്പിൽ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇതിന് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് കേട്ടോ ചേട്ടനും ചേച്ചിയും. അപ്പോൾ ചേട്ടനെയും ചേച്ചിയും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നെറ്റി ചുറ്റി ഇടാൻ മറന്നുപോയി, അപ്പോൾ അത് പോയി ഇട്ടിട്ട് വന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും എന്തൊക്കെയൊക്കെ ചടങ്ങുണ്ടായിരുന്നു, അമ്മയും അച്ഛനും അവിടെ നിൽക്കണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ കൂടെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തു. കഴിഞ്ഞിട്ട് റൂമിൽ വന്നപ്പോൾ അമ്മ ഒരു ചോക്ലേറ്റ് വന്നായിരുന്നു, അപ്പോൾ അത് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ മാറ്റി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുറച്ച് വീഡിയോസ് ക്ലിപ്പായി എടുത്തിട്ട് വലിയ വീഡിയോ ആക്കിയിട്ടുണ്ട്. ഞാൻ മിക്സർ കഴിച്ചിട്ട് ചേട്ടൻ്റെ മോൻ്റെ കൂടെ കുറച്ച് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ.